മക്കളെ 2026 ഐഷ് മൈസൂരിൻ്റെ BSLP കോഴ്സ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നുള്ള കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അങ്ങനെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് കൗൺസിലിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സർക്കുലർ, അതിൻ്റെ പബ്ലിക് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ കുട്ടികളുടെ മെയിലിലേക്ക് ഈ കൗൺസിലിംഗ് സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൗൺസിലിംഗ് സർക്കുലറിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഐഷിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ മാത്രം ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ കൗൺസിലിംഗ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇപ്പോൾ BSLP പ്രോഗ്രാമിന് അല്ലെങ്കിൽ BSLP പ്രോഗ്രാമിൻ്റെ കൗൺസിലിംഗ് നടക്കേണ്ടത് സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ്. നോളജ് പാർക്ക് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് മൈസൂർ ഐഷിൻ്റെ നോളജ് പാർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുക. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഓഫ് കൗൺസിലിംഗ് നോക്കുക. ജൂൺ 15 രാവിലെ 9:30 ആരൊക്കെ പങ്കെടുക്കേണ്ടത്? ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്. എന്നാൽ ജൂൺ 16 9:30 ഫോറിൻ നാഷണൽ കാൻഡിഡേറ്റും SC കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ്, EWS, നോർത്ത് ഈസ്റ്റ് കാൻഡിഡേറ്റ്, ഡിപ്ലോമ ഹോൾഡേഴ്സ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരൊക്കെ 16 അപ്പോൾ 2 ദിവസങ്ങളായിട്ടാണ്. ജനറൽ OBCയിൽപ്പെട്ട അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്കാരും OBCക്കാരും 15 ബാക്കി എല്ലാവരും 16 ഇനി ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാമെന്ന് ചോദിച്ചാൽ, ഈ ജനറൽ കാറ്റഗറിയിലേക്ക് ആദ്യത്തെ 500 പേർക്ക്, അതായത് കോമൺ മെറിറ്റ് ലിസ്റ്റിൽപ്പെട്ട 1 തുടങ്ങി 500 വരെ റാങ്കിലുള്ളവർക്ക് പങ്കെടുക്കാം. അതിനാണ് അവരുടെ ഇൻവിറ്റേഷൻ അങ്ങനെയാണ് 1 to 500. അപ്പോൾ 500 റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട കോമൺ മെറിറ്റ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട കുട്ടികൾക്കാണ് ഇത്. ആകെ 20 സീറ്റാണിത്. ഈ 20 സീറ്റിൽ 10 സീറ്റ് മെറിറ്റ് സീറ്റും 10 സീറ്റ് സെൽഫ് ഫിനാൻസിങ്ങുമാണ്. 10 സീറ്റ് മെറിറ്റും 10 സീറ്റ് സെൽഫ് ഫിനാൻസിങ്ങുമാണ്. അപ്പോൾ ഈ മെറിറ്റ് സീറ്റിൽ ഫീസ് കുറവും സെൽഫ് ഫിനാൻസിങ്ങിൽ ഫീസ് കൂടുതലുമാണ്. അങ്ങനെ ടോട്ടൽ 20 സീറ്റാണ് അതിലുണ്ടാവുക. അതേപോലെ 1 തുടങ്ങി 500 വരെയുള്ള OBC മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് 22 കുട്ടികളെ എടുക്കും. ഈ 500 പേരിൽ നിന്ന് 22 കുട്ടികളെ എടുക്കുക. ഇനി ഫോറിൻ നാഷണൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 1 തുടങ്ങി 23 വരെയുള്ള ഫോറിൻ മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് 6 പേരെ എടുക്കും. 1 തുടങ്ങി 281 വരെയുള്ള SC മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് 12 പേരെ എടുക്കും. ഇതാണ് ആ ഓർഡർ. അപ്പോൾ ST മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് 6 പേരെ എടുക്കും. അപ്പോൾ അത് ഏത് റാങ്ക് ലിസ്റ്റ് വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 to 88 ആണ് ST, 1 to 75 ആണ് EWS, 1 to 35 ആണ് നോർത്ത് ഈസ്റ്റ്, 1 to 10 ആണ് ഡിപ്ലോമ, 1 to 16 ആണ് ഫിസിക്കൽ ഡിസബിലിറ്റി. അതിൽ സീറ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആകെ 80 സീറ്റാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ മെറിറ്റ് ലിസ്റ്റ് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ, ഈ കോമൺ മെറിറ്റ് ലിസ്റ്റും OBC മെറിറ്റ് ലിസ്റ്റും ഫോറിൻ മെറിറ്റ് ലിസ്റ്റും SC മെറിറ്റ്, ഇങ്ങനെ കാറ്റഗറി വൈസ് എല്ലാ മെറിറ്റ് ലിസ്റ്റും ഐഷിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ മെയിലിലേക്ക് അത് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഇമെയിൽ രജിസ്റ്റേർഡ് മെയിലിലേക്ക് അത് വന്നിട്ടുണ്ട്. കൂടാതെ സൈറ്റിലും നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കിട്ടും. ഈ കൗൺസിലിംഗ് സർക്കുലർ മാത്രമാണ് ഇതുവരെ കാണാത്തത്. ഇനി ചിലപ്പോൾ അത് പിന്നീട് അപ്ഡേറ്റ് ആയേക്കാം, പക്ഷേ നിലവിൽ വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മെയിൽ IDയിലേക്ക് ഈ ലിസ്റ്റുകളും വന്നിട്ടുണ്ട്, കൗൺസിലിംഗ് സർക്കുലറും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് നോക്കുക, നിങ്ങളുടെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക, നിങ്ങൾക്ക് അതിലെ പ്രോഗ്രാമിന് പോകാം. അപ്പോൾ പ്രത്യേകം ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, എൻ്റെ റാങ്ക് ഇപ്പോൾ 500 അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റാണ്, ഞാൻ പോകണോ? അതിപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 20 പേർക്കാണ് സീറ്റുള്ളത്. ഇപ്പോൾ നിലവിൽ ഒരു പ്രൊസീജിയർ പോലും അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലും നടന്നിട്ടില്ല. ഇപ്പോൾ JEE നടന്നുകൊണ്ടിരിക്കണുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്, നീറ്റ് വരാൻ പോകുന്നുണ്ട്, എയിംസിൻ്റെ എക്സാം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്ന, അതായത് BSLP കോഴ്സ് ഓപ്ഷൻ 1 ആയിരുന്ന കുട്ടികൾ മാത്രമാണ് ഇതിലേക്ക് വരിക. അല്ലാതെ ഇത് ഓപ്ഷൻ 2 എങ്കിലും ആണെങ്കിൽ പോലും കുട്ടികൾ ആദ്യം വന്ന് ഈ ഈ മെറിറ്റ് സീറ്റ് കിട്ടുമെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ എടുക്കാതെ പോകുന്നവരുണ്ടാവും, ചിലപ്പോൾ ഇതിന് വരാത്തവരും ഉണ്ടാവും. അപ്പോൾ ഈ 500 പേരിൽ എത്ര പേര് വരാത്തവരുണ്ട്, എത്ര പേർക്ക് ഇത് 3rd ഓപ്ഷനാണ്, 4th ഓപ്ഷനാണ്, എത്ര പേര് ഇത് വെറുതെ എഴുതി നോക്കിയത്, ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കലി പറയാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ആ സീറ്റ് എടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് എത്രയും ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതെ അതിന് മുമ്പുള്ള സീറ്റിൽ ഫില്ലായും പോയേക്കാം. പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കിട്ടുമെന്ന് ഉറപ്പ് പറയാവുന്ന ആർക്കാണ്? 1 തുടങ്ങി 10 വരെ മെറിറ്റ് ലിസ്റ്റ് ഉള്ളവർക്ക് എന്തായാലും മെറിറ്റ് കിട്ടും. 10ാമത്തെ ആൾ വന്നില്ലെങ്കിൽ 11ാമിന് കിട്ടും, 10 പേരും വന്നില്ലെങ്കിൽ അടുത്ത 10 പേർക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ എത്ര പേര് വരും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ, താഴേക്ക് റാങ്കുള്ളവർ ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ പോയി നോക്കുക എന്നുള്ളത് മാത്രമാണ് അതിനകത്തൊരു അഭിപ്രായം പറയാനുള്ളത്. ഓക്കെ, അതേപോലെ ശ്രദ്ധിക്കുക, അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ് ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ നോളജ് പാർക്ക് ഓൺ ഷെഡ്യൂൾഡ് ഡേറ്റ് ആൻഡ് ടൈം. നേരത്തെ പറഞ്ഞ ടൈമിലും ആ സമയത്തും ആ ഡേറ്റിലുമാണ് അവിടെ എത്തേണ്ടത്, അല്ലാത്ത ആരെയും തന്നെ പരിഗണിക്കില്ല. അതേപോലെ മാക്സിമം ഓഫ് 1 അക്കമ്പനിങ് പേരൻറ്റ്, കൂടെ ഗാർഡിയനായിട്ട് അല്ലെങ്കിൽ പേരൻ്റായിട്ട് ഒരാളെ പെർമിറ്റ് ചെയ്യൂ. ഒരുപാട് പേരെ അവർ പെർമിറ്റ് ചെയ്യില്ല ആ കോമ്പൗണ്ടിലേക്ക്. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ പ്രൊസീജിയർ ഒരു ദിവസത്തിൽ കൂടുതൽ നീണ്ടാൽ നിങ്ങളുടെ സ്റ്റേ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തോണം, അവർ സ്റ്റേ പ്രൊവൈഡ് ചെയ്യില്ല. സപ്പോസ് ഒരു ദിവസത്തേക്കൊക്കെ ഇതിപ്പോൾ ഒരുപാട് വൈകിയാലൊക്കെ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി who do not report on the stipulated date and time will not be considered for admission.
അവിടെ നിങ്ങൾ ചെന്നിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 1ാം റാങ്ക് ആണെങ്കിൽ പോലും നിങ്ങൾ ആ പറഞ്ഞ ദിവസം ചെന്നിട്ടില്ലെങ്കിൽ ആ സീറ്റ് അടുത്ത ആൾക്ക് പോകും. പിറ്റേ ദിവസം നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടില്ല, പിറ്റേ ദിവസം പോയിട്ട് കാര്യമില്ല. റൈറ്റ്. അതേപോലെ കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ്, കൗൺസിലിങ്ങിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഐഷ് മൈസൂരിൻ്റെ സൈറ്റിൽ നിന്ന് എടുക്കാം. ഈ ലിസ്റ്റ് ഫുള്ള്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ലിസ്റ്റ്, OBC ലിസ്റ്റ്, SC ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ വെയിറ്റ് ലിസ്റ്റഡ് കാൻഡിഡേറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി കൺസിഡേർഡ് ഫോർ അഡ്മിഷൻ ഓൺലി ഇഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ഹയർ റാങ്ക് ഫെയിൽ ടു അറ്റൻഡ് ദ കൗൺസിലിംഗ്. അതായത് ഹയർ റാങ്കിൽപ്പെട്ട കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വന്നിട്ട് അവരുദ്ദേശിച്ച സീറ്റ് അല്ലെങ്കിൽ അവർക്ക് ആ സീറ്റ് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഒക്കെയാണ് വെയിറ്റിംഗ് ലിസ്റ്റുകാരെ പരിഗണിക്കുക. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾ കിട്ടിയാൽ എടുക്കും ആ സീറ്റ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് പോയി നോക്കുക. ഓക്കെ. അതേപോലെ ദെയർഫോർ ഓൾ വെയിറ്റ് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് മസ്റ്റ് റിപ്പോർട്ട്. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഫോർ കൗൺസിലിംഗ് വിത്ത് ഓൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവണം ആൻഡ് പ്രിപ്പയർഡ് ടു പേ ദ അഡ്മിഷൻ ഫീ. അപ്പോൾ ഇതിൽ ഈ ഫീ എത്രയാണ്, ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ ഇതിൻ്റെ പിന്നാലെ പറയാം. ഈ ഫീ നിങ്ങൾക്ക് അടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് QR കോഡ് അല്ലെങ്കിൽ UPI ഉപയോഗിച്ച് അടയ്ക്കാവുന്നതാണ്. അതിപ്പോൾ നിങ്ങൾ ക്യാഷായി കൊണ്ടുപോകണമെന്നില്ല, ചെക്കായിട്ടോ DD ആയിട്ടോ ഒന്നും കൊണ്ടുപോകണമെന്നില്ല. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചും ചെയ്യാം. ഇൻ കേസ് കാൻഡിഡേറ്റ് വിഷ് ടു വിഡ്രോ ദെയർ അഡ്മിഷൻ, സപ്പോസ് അവർ അഡ്മിഷൻ വിഡ്രോ ചെയ്യുകയാണ്, ഇപ്പോൾ നിങ്ങളവിടെ ചെന്നു ഫീസ് അടച്ചു, പിന്നീട് നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ഐഷിന് അടച്ച ഫീസ് കിട്ടും. അത് നിങ്ങളൊരു ബോണ്ടൊക്കെ അവിടെ വെക്കുന്നുണ്ട്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചാലൊന്നും കിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ്, ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വിഡ്രോ ചെയ്താലേ നിങ്ങൾക്ക് ആ ഫീസ് കിട്ടുള്ളൂ. ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ക്രൈറ്റീരിയ പ്രകാരം പിന്നെ ആ പൈസ നിങ്ങൾക്ക് കിട്ടില്ല, ഐഷിന് അടച്ചത്. അത് ഒരു പരിധി വരെ, അതായത് ക്ലാസ് തുടങ്ങുന്നത് വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. ക്ലാസ് ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇനി ദ ഫീ പെയ്ഡ് ടു ദ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ അടയ്ക്കുന്ന ഫീ ഒരു കാരണവശാലും റീഫണ്ടബിളും അല്ല. അത് എത്രയാണ് ഫീ എന്നൊക്കെ ഞാൻ കാണിക്കാം. ഇനി ഇതിൽ അഡ്മിഷൻ ഫീ, BSLPയുടെ ഫസ്റ്റ് ഇയറിൻ്റെ അഡ്മിഷൻ ഫീ എത്രയാണെന്ന് നോക്കാം. ജനറൽ കാൻഡിഡേറ്റും OBC കാൻഡിഡേറ്റും EWSഉം ഒക്കെ മെറിറ്റിൽ കിട്ടിയാൽ അടയ്ക്കേണ്ടത് 29,500 രൂപയാണ്. എന്നാൽ SC അല്ലെങ്കിൽ ST ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾ 26,000 രൂപയാണ് അടയ്ക്കേണ്ടത്. അതേപോലെ സെൽഫ് ഫിനാൻസിങ് സീറ്റിലേക്കാണ് നിങ്ങൾ സീറ്റ് എടുക്കുന്നതെങ്കിൽ 1,02,360 രൂപയാണ് ഫീ. ഈ മേലെ പറഞ്ഞ ഫീയിൽ ഹോസ്റ്റൽ ഫീസ് വരില്ല. ഹോസ്റ്റൽ ഫീസ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം, ഇതിൻ്റെ എഡിലേക്ക് കാണിക്കാം. ഈ പറഞ്ഞ ഫീസിൽ ഹോസ്റ്റൽ ഫീ ഇല്ല, കോളേജിലെ ഫീ മാത്രമാണ്. ഇതുകൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീ 7,115 രൂപ കർണാടക ബോർഡിൻ്റേതുണ്ട്. ഇപ്പോൾ CBSE ആൻഡ് ICSE ഓർ അതർ ബോർഡ് വിത്തിൻ കർണാടക ആണെങ്കിൽ 14,000, അതർ ബോർഡ് ഔട്ട്സൈഡ് കർണാടക ആണെങ്കിൽ 29,540 രൂപ. ഇതൊക്കെയാണ് മൈസൂർ യൂണിവേഴ്സിറ്റി. ഇതാണ് റീഫണ്ട് കിട്ടാത്ത ഫീ. ഈ ഫീയിൽ നിന്നും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല. ഇത് വൺസ് നിങ്ങൾ അടച്ചാൽ, നിങ്ങൾ സീറ്റ് വിഡ്രോ ചെയ്ത് പോന്നാൽ ഇത് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി എന്തൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ ഈ സീറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്? ഒന്ന്, ഒറിജിനൽ മാർക്ക് കാർഡ് ഓഫ് 10th 10ാം ക്ലാസ്സിൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്. രണ്ടാമത്തേത് +2വിൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്. മൂന്നാമത്തേത് +2 ഇഫ് നോട്ട് ഒബ്റ്റൈൻഡ് ഓർ ഇഷ്യൂഡ് ദ റെസ്പെക്റ്റീവ് ബോർഡ്. അതായത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജസ്റ്റ് റിസൾട്ട് വന്ന കുട്ടികൾക്ക് മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടിയ മാർക്ക് കാർഡ് മതിയാവും. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടിയത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് റെസ്പെക്റ്റീവ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ, നിങ്ങളുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിച്ച് വാങ്ങിച്ചാൽ മതി. മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോകാം. അതില്ലെങ്കിൽ ഓൺലൈൻ കോപ്പിയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. നാലാമത്തേത് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്, 5 കളർ ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം. ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി, ഇതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം, ഫോട്ടോ കോപ്പി അവിടെ ഏൽപ്പിക്കണം, ഒറിജിനൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം. ഒറിജിനൽ TC, ഒറിജിനൽ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ അഡ്മിറ്റ് കാർഡ്, ഐഷ് എൻട്രൻസ് എഴുതാൻ പോയ അന്നത്തെ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ്. അതേപോലെ ഒറിജിനൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഫ്രം താലൂക്കിൽ നിന്നായിരിക്കണം. സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിൻ്റേതായിരിക്കണം. മാത്രമല്ല ഇത് April 1 2026 April 1 ശേഷം എടുത്തതായിരിക്കണം. സോ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2025-26 25-26 ഫിനാൻഷ്യൽ ഇയറിൻ്റേതായിരിക്കണം. അതായത് April 1 ശേഷം എടുത്ത ഡോക്യുമെൻ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി ഓൾ അതർ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ആണെങ്കിൽ UDID കാർഡ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഉണ്ടാവണം. പിന്നെ വേണ്ടത് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആണ്. അപ്ലിക്കബിൾ ആണെങ്കിൽ, എല്ലാവർക്കും ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇതിനടുത്തത് 2 സെറ്റ് ഓഫ് ഫോട്ടോ കോപ്പി ഓഫ് ഓൾ ദ എബോവ് ഡോക്യുമെൻറ്റ്. ഈ കൊടുക്കുന്ന എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെയും 2 സെറ്റ് ഫോട്ടോ കോപ്പി ഉണ്ടാവണം. ദെൻ ഒറിജിനൽ പാസ്പോർട്ട്, ഇത് ഫോറിൻ കാൻഡിഡേറ്റ് ആണെങ്കിൽ മാത്രം പാസ്പോർട്ട് ഉണ്ടാവണം. ദെൻ സോഫ്റ്റ് കോപ്പീസ് ഓഫ് ഓൾ റിക്വയർഡ് ഡോക്യുമെൻറ്റ് ഷാൽ ബി സ്റ്റോർഡ് ഇൻ പെൻ ഡ്രൈവ്. ഒരു പെൻ ഡ്രൈവിൽ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും സോഫ്റ്റ് കോപ്പി PDF ഫയലായിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ കുട്ടിയുടെ ഫോട്ടോഗ്രാഫും സ്പെസിഫിൻ സിഗ്നേച്ചറും ഒക്കെ JPEG ഫയലായിട്ടും സേവ് ചെയ്തിട്ടുണ്ടാവണം. ഇതൊന്നും 100 KB കൂടാൻ പാടില്ല.
ഓരോ ഫയലിനും കുട്ടിയുടെ പേരും ഫയൽ നെയിമും കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പോൾ സിഗ്നേച്ചർ ആണെങ്കിൽ കുട്ടിയുടെ പേര് പ്ലസ് സിഗ്നേച്ചർ, അല്ലെങ്കിൽ കുട്ടിയുടെ പേര് ഹൈഫൻ ആ സിഗ്നേച്ചർ ഉണ്ടാവണം. ഫോട്ടോ ആണെങ്കിൽ കുട്ടിയുടെ പേര് ഫോട്ടോഗ്രാഫ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രവീൺ എന്നാണ് കുട്ടിയുടെ പേരെങ്കിൽ 10th മാർക്കേഴ്സിനെ പ്രവീൺ 10th മാർക്ക് കാർഡ് PDF എന്ന് കൊടുത്തിരിക്കണം. അങ്ങനെ ഓരോന്നിനും പേര് കൊടുത്ത് ഫയൽ സേവ് ചെയ്തിട്ടുണ്ടാവണം. വെറുതെ ഫയലുകൾ സേവ് ചെയ്യുകയല്ല, സേവ് ചെയ്യുന്ന ഫയലുകൾക്ക് കുട്ടിയുടെ പേര് സ്പേസ് ഫയൽ നെയിം അല്ലെങ്കിൽ ഫയൽ എന്താണ്, ആ ഫയൽ എന്താണ് സ്പെസിഫൈ ചെയ്തിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവണം. അതുകൂടാതെ കുട്ടി ഒരു ബോണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ മുദ്രപത്രത്തിൽ ബോണ്ട് സൈൻ ചെയ്യണം. അത് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട പ്രൊസീജിയറാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, റെഗുലർ ക്ലാസ്സസ് ഫോർ ദ ഫസ്റ്റ് സെമസ്റ്റർ ഓഫ് BSLP പ്രോഗ്രാം കമൻസ് ഫ്രം 19th ജൂൺ. ജൂൺ 19 ക്ലാസ് തുടങ്ങും. ഓക്കെ, അപ്പോൾ ജൂൺ 19 ക്ലാസ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയ ഡിലേ ഇല്ല എന്ന് ശ്രദ്ധിച്ചോളുക. ഇനി സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ജനറൽ കാറ്റഗറിയിലെ സീറ്റുകൾ നോക്കുക. ജനറൽ മെറിറ്റിൽ 10 സീറ്റ് കൊടുക്കും, സെൽഫ് ഫിനാൻസിങ്ങിനും 10 സീറ്റ് കൊടുക്കും. അങ്ങനെയാണ് 20 സീറ്റ്. പിന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്, ഡിപ്ലോമ കാൻഡിഡേറ്റ്, ഫിസിക്കലി ഡിസബിലിറ്റി, ഫോറിൻ സ്റ്റുഡൻസ് ഒക്കെയാണ്. ഇക്കണോമിക്കലി വീക്ക് സെക്ഷനിന് വേണ്ടി 4 സീറ്റ് മെറിറ്റിലും കൊടുക്കും, 4 സീറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലും കൊടുക്കും. SC കാൻഡിഡേറ്റിന് 6 സീറ്റ് ജനറൽ, 6 സീറ്റ് സെൽഫ് ഫിനാൻസിങ്ങിൽ കൊടുക്കും. STക്ക് 3 സീറ്റ് വീതം 2 കാറ്റഗറിയിലും കൊടുക്കും. OBCക്ക് 11 വീതം സീറ്റ് 2ലും കൊടുക്കും. അങ്ങനെ 40 സീറ്റ് നിങ്ങൾ ആദ്യം പറഞ്ഞ ചെറിയ ഫീ അടച്ചാൽ മതി. 40 സീറ്റ് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ സീറ്റായിട്ട് അല്ലെങ്കിൽ ഫീ ആയിട്ട് അടയ്ക്കണം. അങ്ങനെ ടോട്ടൽ 80 സീറ്റിനാണ് അഡ്മിഷൻ നടക്കുക. അപ്പോൾ ഇതിൽ 20 സീറ്റ് എന്ന് ജനറൽ എന്ന് കാണിച്ചാൽ ആ 20ഉം ജനറലല്ല, ഈ 10 ജനറലും 10 സെൽഫ് ഫിനാൻസിങ്ങുമാണ്. ഈ ഫീസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഫീസ് ആവുക ജനറൽ, OBC, EWS ഒക്കെ 29,500 രൂപയാണ്. എന്നാൽ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും 23,600, ഇന്റേൺഷിപ്പിന് 24,370. SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കുട്ടികൾ 26,000 രൂപ ജോയിൻ ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും 20,100 രൂപ, ഇന്റേൺഷിപ്പിൽ 20,870 രൂപ. അതേപോലെ സെൽഫ് ഫിനാൻസിങ് കാൻഡിഡേറ്റ് ജോയിൻ ചെയ്യുമ്പോൾ 1,02,360. അടുത്ത വർഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം 97,360, ഇന്റേൺഷിപ്പിന് 98,130. ഇതാണ് ഫീസ് ഇനി അടയ്ക്കേണ്ടത്. ഇപ്പം നിങ്ങൾ അടയ്ക്കുന്നത് ഈ സെഷനിൽ പറഞ്ഞ ഫസ്റ്റ് ഇയറിൻ്റെ ഫീ മാത്രമാണ്. ഇനി ഹോസ്റ്റൽ ഫീയുടെ പ്രത്യേകം നോക്കാം. ഹോസ്റ്റൽ ഫീ UG കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ഫീ 200 രൂപയാണ്. അത് ഫസ്റ്റ് ഇയറിൻ്റേത് മാത്രമാണ് ഈ പറയുന്നത്. അതായത് ഇപ്പം ചെല്ലുമ്പോൾ നിങ്ങൾ അടയ്ക്കേണ്ടത്. കോഷൻ ഫീ റീഫണ്ടബിൾ ആണ് 3,250 രൂപ. റൂം റെൻറ്റ് ഒരു വർഷത്തേക്ക് 1,200 രൂപ. സാനിറ്ററി ചാർജസ് 200 രൂപ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് 2,500 രൂപ. വൈഫൈ ചാർജസ് 600 രൂപ. മെസ് അഡ്വാൻസ് റീഫണ്ടബിൾ ആണ് 6,000 രൂപ. ഇങ്ങനെ 13,950 രൂപ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യുമ്പോൾ അടയ്ക്കണം. മെസ് ഫീ എന്ന് പറയുന്നതും ഇലക്ട്രിസിറ്റി ചാർജും ഒക്കെ മന്ത്ലി ഷെയറിംഗ് ബേസിസിൽ പിന്നീട് മാസം കൊടുത്താൽ മതി. ഇത് ജോയിനിങ് ടൈമിലേതാണ്. ബാക്കിയുള്ളത് മെസ് ഫീയും ഇലക്ട്രിസിറ്റി ചാർജും എല്ലാ മാസവും വേറെ നിങ്ങൾ അഡീഷണൽ അടയ്ക്കേണ്ടി വരും. ഇതാണ് ഫസ്റ്റ് ഇയറിൻ്റേത്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അത് 4,700 രൂപയായിട്ട് ചുരുങ്ങും. കാരണം ഈ റീഫണ്ടബിൾ എമൗണ്ട് അല്ലെങ്കിൽ കോഷൻ ഫീ ഒന്നും പിന്നീട് അടയ്ക്കേണ്ടി വരുന്നില്ല. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ജോയിൻ ചെയ്യുന്നത് സെക്കൻഡ് ഇയറിൻ്റെ ഫസ്റ്റ് അടയ്ക്കുമ്പോൾ ബിഗിനിങ്ങിൽ അടയ്ക്കുമ്പോൾ 4,700 പ്ലസ് എല്ലാ മാസവും മെസ്സും കറണ്ട് ബില്ലും. തുടക്കത്തിൽ മാത്രം 4,000. എല്ലാ വർഷവും തുടക്കത്തിൽ ഈ ഫീ അടയ്ക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഐഷിൻ്റെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഫീസിൻ്റെ ഡീറ്റെയിലും കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.